കൊല്ലം ചിതറയിൽ സംഘർഷം, 3 പേർക്ക് വെട്ടേറ്റു. ചിതറ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ സംഘർഷത്തിന് കാരണം എന്താണ്? ഈ പരിക്കേറ്റവരുടെയൊക്കെ നില എങ്ങനെ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് സംഭവം നടക്കുന്നത്. കൊല്ലം ചിതറ മാങ്കോടാണ് ഈ ഇരു സംഘങ്ങൾ. അത് നിലവിൽ പോലീസ് പറയുന്ന വിവരം അനുസരിച്ച് തടി കയറ്റി വന്ന ലോറി വീട്ടിലേക്കുള്ള കേബിൾ ലൈൻ പൊട്ടിക്കുകയായിരുന്നു. ഇത് കെട്ടി നൽകണമെന്ന് ഈ വീട്ടുകാരും സ്ഥലത്ത് കൂടിയ ചെറുപ്പക്കാരും കൂടി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കെട്ടി നൽകാൻ അവിടെ കൂടിയിരുന്ന ഈ തടി കയറ്റി കൊണ്ടുവന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന ലോഡിംഗുകാർ തയ്യാറായില്ല. ഇതിനെ ചൊല്ലിയാണ് വാക്കുതർക്കം ഉണ്ടായത്. ഒടുവിൽ ഈ വണ്ടിയിൽ തടി കയറ്റാൻ എത്തിയ ലോഡിംഗുകാരാണ് ഈ സമീപവാസിയായ ചെറുപ്പക്കാരെ വെട്ടിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. മാങ്കോട് സ്വദേശിയായ ദീപു, കിഴക്കുംഭാഗം സ്വദേശിയായ ഷെഫീഖ്, വാള ബിജു എന്നിവർക്കാണ് നിലവിൽ വെട്ടുകൊണ്ടിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചിതറ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ തടി കയറ്റുന്നതിനായി നിരവധി രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട തൊഴിലാളി യൂണിയനിൽപ്പെട്ടവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുമായിട്ടാണ് വാക്കുതർക്കം ഉണ്ടായത്. അവരുമായിട്ടുള്ള വാക്കുതർക്കത്തിനൊടുവിലാണ് ഈ വെട്ടേറ്റത് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചപ്പോൾ നടത്തുകയാണ്. അതായത് അരുൺ, ഈ പരിക്കേറ്റത് സമീപത്തുള്ള, അതായത് ഈ കേബിൾ പൊട്ടി എന്നാരോപിച്ച് ഈ ലോറി ജീവനക്കാരെ അതിലുണ്ടായിരുന്നവരുമായി തർക്കിച്ച നാട്ടുകാർക്കാണ് വെട്ടേറ്റത് അല്ലേ? തീർച്ചയായും ഈ വീട്ടുകാരനായ ഒരു പയ്യൻ, അതുപോലെ തന്നെ മറ്റു രണ്ട് അവരുടെ സുഹൃത്തുക്കൾ, ഇവരാണ് ഈ കേബിൾ കയറ്റി വന്ന വാഹനം, ഈ കേബിൾ തടി കയറ്റി വന്ന വാഹനം കേബിൾ പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചത്. തുടർന്ന് ഈ വാഹനം പോകുന്നതിന് മുമ്പ് ഈ കേബിൾ കെട്ടി നൽകണമെന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ ഇതിന് ഇവർ കൂട്ടാക്കിയില്ല. തുടർന്നാണ് ഇരു സംഘങ്ങളും വാക്കുതർക്കത്തിനൊടുവിലാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ലോഡിംഗ് തൊഴിലാളികൾ ഈ നാട്ടുകാരായ ചെറുപ്പക്കാരെ മർദ്ദിക്കുകയും ഒടുവിൽ വെട്ടുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരെ ചിതറ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് അത്ര ഗൗരവമല്ല എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരാളുടെ ശരീരത്തിലേറ്റ മുറിവ് അത് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഡോക്ടർമാരടക്കം എത്തിയ ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. എന്തായാലും ഈ സംഭവത്തിൽ ആക്രമിച്ചവരെ കേന്ദ്രീകരിച്ച് അവരെ കണ്ടെത്താനുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കൊല്ലം ചിതറയിൽ നിന്നാണ്. അവിടെ അല്പസമയം മുമ്പുണ്ടായ സംഘർഷത്തിൽ 3 പേർക്കാണ് വെട്ടേറ്റത്. മാങ്കോടാണ് ഈ സംഭവം ഉണ്ടായത്. മാങ്കോട് സ്വദേശിയായ ദീപു, കിഴക്കുംഭാഗം സ്വദേശി ഷഫീഖ്, അതുപോലെ വാള ബിജു എന്നിവർക്കാണ് വെട്ടേറ്റത്. ചിതറ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെ ചിതറയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല. അതിൽ പരിശോധന നടന്ന ശേഷമേ ഡോക്ടേഴ്സിൻ്റെ വിശദാംശങ്ങൾ, ഈ മുറിവിൻ്റെ വിവരങ്ങൾ അല്പസമയത്തിനകം പങ്കുവയ്ക്കും എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 3 പേർക്കാണ് പരിക്കേറ്റത്. ഈ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷമാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.